ഇവിടെ നിന്നാണ് നമ്മൾ ഗോവയിലേക്ക് ഇവിടെ നിന്ന് നമ്മൾ ഗോവയിലേക്ക് പോകുക. ഇവിടെ നിന്ന് ഒന്നെങ്കിൽ ബൈക്ക് റെന്റിന് എടുക്കുക, അല്ലെങ്കിൽ ടാക്സി റെന്റിന് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം വാഹനത്തിൽ സ്വന്തം വാഹനത്തിൽ പോകാം. ഈ ട്രെയിനിൽ വരുന്നതാണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും ബെസ്റ്റ്. ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യുന്നത് ഗോവ സെൻട്രലിലേക്ക്. അവിടെ നിങ്ങൾക്ക് ഇതൊരു കട്ട ലോക്കൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഇരട്ടി ഉണ്ടാകും. യാത്ര തുടങ്ങുന്നത് 1500 രൂപ ബഡ്ജറ്റ് വെച്ചിട്ടാണ്. ഈ യാത്രയിൽ എന്തൊക്കെ സംഭവിക്കുന്നു, എങ്ങനെയായിത്തീരുന്നു, ഞങ്ങൾക്ക് യാതൊരു പിടിയില്ല. ദൈവമേ മിന്നിച്ചേക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ കൊല്ലം ട്രെയിൻ ഇറങ്ങി നടക്കാൻ നേരെ തന്നെ സ്ട്രേറ്റ് ഒരു 12 കിലോമീറ്റർ അടക്കം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ദൂസാഗറിലാണ് എത്താൻ പറ്റും. ഇത്തിരി റിസ്ക് എടുക്കേണ്ടി വരും. റിസ്ക് ഫാക്ടറൊക്കെ നമുക്ക് പിന്നീട് പറയാം. തൽക്കാലം ഇപ്പോൾ നമുക്ക് നടക്കാം. അപ്പോൾ നമ്മൾ ദൂസാഗറിലേക്കുള്ള യാത്രയിലാണ്. കുറച്ച് ദൂരമായി. ഓർക്കുക, നമ്മൾ കൊണ്ടുപോകുന്ന ബോട്ടിൽസ് വലിച്ചെറിയാതിരിക്കുക. കാരണം ഒരു കാടാണ്, പ്രൊട്ടക്റ്റഡാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുമുണ്ട്. അതുകൊണ്ട് കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽസ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത് നല്ല കാര്യമായിരിക്കും. നിങ്ങളുടെ പോലെ നോക്കുക, എന്തായാലും വലിച്ചെറിയാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 12-14 കിലോമീറ്ററാണുള്ളത്. നിലവിൽ നമുക്ക് ട്രക്ക് ചെയ്യാൻ ഏക പാത എന്ന് പറയുന്നത് ഈ റെയിൽവേ പാളത്തിൽ കൂടെ നീണ്ടു നിവർന്ന് നടക്കുക എന്നുള്ളതാണ്. അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാകും, കാരണം നല്ല കല്ലുകളാണ്. സോ നടന്നെത്തിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് നല്ല ഫുട്വെയർ ഉപയോഗിച്ച് മാത്രം നടക്കുക. നമുക്ക് രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ട ട്രെയിൻ വാസ്കോ ഡ ഗാമ ട്രെയിൻ എന്ന് പറയുന്നതാണ്. ലോക്കൽ ട്രെയിനാണ്. 9 മണിക്ക് എടുക്കും. നമുക്ക് 9:35 കൂടിയിട്ട് കൊല്ലം സ്റ്റേഷനിൽ എത്താൻ പറ്റും. ടിക്കറ്റ് റേറ്റ് 10 രൂപയാണ്. ഓക്കെ, ഇതാണ് ചാനൽ നമ്പർ 13. ഇത് കഴിഞ്ഞാൽ നമുക്ക് ദൂസാഗർ തുടങ്ങുവാണ്. അല്ലെങ്കിൽ ദൂസാഗറിൻ്റെ വെള്ളച്ചാട്ടം നമുക്ക് ക്ലോസിൽ കാണാൻ പറ്റുന്ന ചാനലാണ്. അപ്പോൾ ഇത് സിംഗിൾ ലൈനാണ്. കടന്നു പോകുമ്പോൾ സൂക്ഷിക്കുക, ട്രെയിൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കടന്നു പോവുക. കാരണം അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ടണൽ തന്നെയാണ്. ടണലിൻ്റെ ഡിസ്റ്റൻസ് പറയുന്നത് 140 മീറ്റർ ഉണ്ട്. 140 പോകാനാണ് വരുന്നത്. 140 മീറ്റർ അത്യാവശ്യം ലോങ് ആണ്. അപ്പോൾ നമുക്കിത് ഇതാണ് നമ്മൾ പറഞ്ഞ ദൂസാഗർ. അതിൻ്റെ ഒരു ലോങ് വ്യൂ. നമ്മൾ കുറേ ഒരു 12 കിലോമീറ്റർ ഏകദേശം നടന്നു കഴിയുമ്പോൾ സോനാഗർ സ്റ്റേഷൻ കഴിഞ്ഞ് 2 ടണലോടെ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കാണാൻ പറ്റും. ഇവിടെ നിന്ന് അത്യാവശ്യം ലോങ് ഷോട്ടുകൾക്ക് പറ്റുന്ന ഒരു വ്യൂ ആണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഉണ്ട് കവർ ചെയ്ത് അവിടം വരെ എത്തുന്നത്. അതിന് ക്ലോസ് ആയിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കുളിക്കണോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നേരെ ഇതിൻ്റെ താഴെ ഇറങ്ങാം. ആസ് പെർ ഗൈഡൻസ് ഇതിൻ്റെ നേരെ താഴെ ഇറങ്ങാം. അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ഉണ്ടാകും. ഗൈഡിൻ്റെ സഹായത്തോടെ മാത്രം താഴെ ഇറങ്ങുക. അപകട സാധ്യതയൊക്കെ ഉണ്ടാകും. അതൊക്കെ നോക്കി ഇറങ്ങുക. എങ്കിലും ഇതാണ് ദൂസാഗർ എന്ന് പറയുന്ന നമ്മൾ മനോഹരമായിട്ട് കാത്തിരുന്ന വെള്ളച്ചാട്ടം.
അപ്പോൾ ഇതിൻ്റെ കഥകൾ എന്നൊക്കെ പറയുന്നത്, ഇത് ഒഴുകുന്നതിൻ്റെ രീതി വെച്ചിട്ടാണ് ദൂദ് സാഗർ എന്നുള്ള പേര് വന്നു തന്നെ. കാരണം ഇത് ഒഴുകുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, ഏകദേശം പാലരുവി അല്ലെങ്കിൽ പാലൊഴുകുന്ന പോലെ ഒഴുകുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ ദൂദ് സാഗർ എന്നുള്ള പേരിൽ തന്നെ ഇതിന് വിളിക്കാനുള്ള കാരണം. പിന്നെ നമ്മുടെ ഗോവയുടെ ടൂറിസം സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററിയൊക്കെ അവരിട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വായിച്ച് നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് പോകാൻ നല്ലതായിരിക്കും. എങ്കിലും നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് അടുത്ത് നിന്ന് നമുക്ക് കാണണം. തൽക്കാലം നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. ഈ ട്രാക്കിലൂടെ വല്ലപ്പോഴും പോകുന്ന ഗുഡ്സ് ട്രെയിനാണ് ഈ പോകുന്നത്. ചാണാങ്കേരി പോകുന്ന വലിയ വക്കല് കയറ്റുന്നതായിട്ടുള്ള ട്രെയിനുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ട്രാക്കിൽ. പിന്നെയുള്ളതൊരു 3 മണിയുടെ ഒരു പാസഞ്ചർ ട്രെയിനാണ്. അതിനാണ് നമുക്ക് തിരിച്ചു വരേണ്ടത്. ആ സമയത്തിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മളവിടെ പെട്ടുപോകും. അപ്പോൾ ഇതാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും നേരം ബുദ്ധിമുട്ടി എത്തിയ നമ്മുടെ കാണാൻ കൊതിച്ച ദൂദ് സാഗർ. ഇതാണ് ഐറ്റം. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ ആസ്വദിക്കണം, കണ്ട് ഇതിൻ്റെ മനോഹരത കണ്ടറിയണം, തൊട്ടറിയണം. അപ്പോൾ നമുക്കിത് ആസ്വദിക്കാം. ഇത് ദൂദ് സാഗറിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ചേർന്നിട്ടുള്ള കാഴ്ചകളാണ്. നമുക്ക് ആ കാണുന്ന പാലത്തിനോട് ചേർന്നിട്ടുള്ള വഴിയിലൂടെ താഴേക്ക് ഇറങ്ങാൻ പറ്റും. സൂക്ഷിക്കുക, പടവുകൾ പലതും ഇത്തിരി ഇളകിക്കിടക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ 3 മണിയുടെ പാസഞ്ചർ. ഇതാ പോണു, കണ്ടോ ട്രെയിന്. അതിൻ്റെ പിന്നിൽ ദൂദ് സാഗർ വെള്ളച്ചാട്ടം കാണാൻ എന്ത് മനോഹരമാണെന്നറിയാം. അയ്യോ, ഒരു കാര്യം കൂടി വിട്ടുപോയി. ഈ ട്രെയിനാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത്. ഇത് പോയി കഴിഞ്ഞാൽ ഇതാണ് ലാസ്റ്റ് കൊല്ലം സ്റ്റേഷനിലുള്ള 5 മണിയുടെ വണ്ടി. ഇത് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ പെടുവാണ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ വീണ്ടും അവിടെ തിരക്കി നോക്കിയപ്പോൾ അവർ പറഞ്ഞു ദൂദ് സാഗർ സ്റ്റേഷനിലേക്ക് നടക്കാൻ, മുകളിലേക്ക് നടക്കാൻ 1 കിലോമീറ്റർ. അവിടെ ചെന്ന് തിരക്കിയപ്പോൾ അവർ പറഞ്ഞു അടുത്തൊരു സ്റ്റേഷൻ ഉണ്ട്, ഒരു 2 കിലോമീറ്റർ നടന്നാൽ മതി. അവിടെ നമുക്ക് അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേഷനാണ്, അവിടെ നിന്ന് നമുക്ക് ബസ് കിട്ടുമെന്ന് പറഞ്ഞു. ബസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കറങ്ങേണ്ടി വരുന്നത് 250 കിലോമീറ്റർ കറങ്ങേണ്ടി വരും. അപ്പോൾ 250 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം നിലവിൽ വീണ്ടും ചിലവഴിക്കും. നമ്മുടെ ബഡ്ജറ്റ് ആകെ 1500 രൂപയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചിന്ത. അടുത്ത പ്ലാൻ ബി ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് പുറത്ത് കിടക്കാനുള്ള പ്ലാനായിരുന്നു പ്ലാൻ ബി. അതെന്താണെന്ന് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻബോക്സിലൊന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞുതരാം. അങ്ങനെ ഒരു വിധേന ഞങ്ങൾ കൊല്ലം സ്റ്റേഷനിൽ തിരിച്ചെത്തി. അവിടെ ലോക്കൽ ആളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി ബസ്സില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഞങ്ങൾ ഒന്നുകൂടെ തിരക്കി കഴിഞ്ഞപ്പോൾ ദൈവദൂതനെ പോലെ ഒരു ചേട്ടൻ പറഞ്ഞു തന്നു 7 മണിക്കൊരു ബസ്സുണ്ട്, അതിന് കയറാൻ. അങ്ങനെ ഞങ്ങൾ 7 മണിയുടെ ബസ്സിന് കയറി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. 25 രൂപയായിരുന്നു ടിക്കറ്റ് റേറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് മഡ്ഗോണിലേക്ക് യാത്രയാവണം. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നിലവിൽ മഡ്ഗോണിലേക്കുള്ള ബസ്സുകൾ കുറവാണ്. ഞങ്ങളിപ്പോൾ ചോദിച്ചു പറഞ്ഞത് ബസ്സുകളില്ല എന്നാണ്. അപ്പോൾ ഇനി അതിന് പകരമായിട്ട് മറ്റൊരു ഓപ്ഷൻ നമുക്ക് കാണണം. ഈ സ്റ്റാൻഡിനോട് ചേർന്നിട്ട് തന്നെയാണ് സൺഡേ മാർക്കറ്റ് നല്ലത്. മേ ബി ഈ കാണുന്നൊക്കെ ഇതെല്ലാം സൺഡേ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു ടാക്സിയോ മറ്റോ അറേഞ്ച് ചെയ്യാനുള്ള പരിപാടി നോക്കട്ടെ. ഓക്കെ, ഇനി ബാക്കി വിശേഷങ്ങൾ ഞങ്ങളെ വീട്ടിൽ എങ്ങനെയെങ്കിലും എത്തിയിട്ട് ബാക്കി പറയാം. ഫൈനലി മഡ്ഗോൺ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി. എനിവേ ഞങ്ങൾക്ക് തിരിക്കണം. 9 മണിക്കൊരു പാസഞ്ചർ ഉണ്ട് നമുക്ക് നാട്ടിലേക്കുള്ളത്. പക്ഷേ ഈ യാത്രയിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾക്ക് കനത്ത നഷ്ടം വന്നത്. അങ്ങനെ ചിരിയും കളികളുമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുന്നു.
പക്ഷേ ഈ യാത്രയിൽ ഞങ്ങൾക്ക് നഷ്ടമായത് ഞങ്ങളുടെ വിലയേറിയ 2 ഫോണും കുറച്ച് പൈസയുമായിരുന്നു. പക്ഷേ എന്നാലും 1500 രൂപയ്ക്ക് ദൂദ്സാഗർ കാണാൻ പറ്റുമെന്നുള്ള ആ ചങ്കൂറ്റം അത് ഞങ്ങളിവിടെ പ്രൂവ് ചെയ്യുകയാണ്. കാരണം ഞങ്ങൾക്ക് ആകെ ചിലവായത് 1100 രൂപ മാത്രം. വീണ്ടും അടുത്ത യാത്രയിൽ കാണാം. ഗുഡ് ബൈ.